അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, അന്ന് അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് 20 വർഷം കഴിഞ്ഞ ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ദേശത്തിനും അങ്ങ് മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. മക്കളെ പ്രാർത്ഥന ആവശ്യം പറയുക. ഇന്നത്തെ ആവശ്യം അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ ദ്വാദശക വേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഇനി നമുക്ക് അനുദിന അനുഗ്രഹ പ്രാർത്ഥന ചൊല്ലി അനുഗ്രഹം പ്രാപിക്കാം. സന്തോഷമായിരിക്കുക. സാഹചര്യം എന്തു തന്നെയായാലും ആ സമയത്തും സുവിശേഷം പ്രസംഗിക്കാൻ പറഞ്ഞതിൻ്റെ കാര്യം എന്താണ്? ആ സമയത്തും കർത്താവ് കൂടെ ഉണ്ടാവുന്നതല്ലേ? സിമ്പിളല്ലേ? അതുകൊണ്ട് ഹാപ്പി ആയിരിക്കുക. എൻ്റെ കർത്താവ്, അങ്ങയുടെ മക്കളെ ഞാൻ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഈശോയെ. ഈ ധ്യാനം ഷെയർ ചെയ്യുന്നവരുണ്ട് ഈശോയെ. അങ്ങനെ ഷെയർ ചെയ്യുന്നവർ സ്വീകരിക്കുന്നവരുണ്ട്. പ്രാർത്ഥന തുടങ്ങുന്ന മുമ്പ് തന്നെ കർത്താവ് സ്വന്തം വാട്സപ്പ് ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുന്നവരുണ്ട് ഈശോയെ. അവരെല്ലാം നീ ഇരട്ടി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവ്, ഇത് വലിയൊരു സുവിശേഷ സംരംഭമായിട്ട് നീ തന്നതാണ്. ഞങ്ങൾ ലക്ഷ മനുഷ്യരാണ് കർത്താവ് കൂട്ടായ്മയിലും സ്നേഹത്തിലും വളരുന്നത്. അവരെ നിലനിർത്തുന്ന പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഉടമ്പടി ധ്യാനം കൂടുന്നവരെയും അതുപോലെ തന്നെ കർത്താവ് അനുദിന അനുഗ്രഹ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും നീ ആശീർവദിക്കണമേ കർത്താവ്. ഞങ്ങൾ ഇന്ന് സങ്കടമുള്ള കുടുംബങ്ങൾ, മ്ലാനമായ കായനോട് പോലും ചോദിച്ചില്ലേ കർത്താവ്, നീ നിൻ്റെ മുഖം എന്തുകൊണ്ടാണ് മ്ലാനമായിരിക്കണമെന്ന്. അപ്പോൾ അങ്ങ് എന്തോ ഒരു വലിയ ദൈവമാണ്. സഹോദരനെ കൊന്നവനോട് പോലും നീ അവൻ്റെ മുഖം മ്ലാനമായപ്പോൾ അങ്ങനെ ചോദിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ നിൻ്റെ ഹൃദയത്തിൽ സ്നേഹം മാത്രമേ ഉള്ളൂ കർത്താവ്. അതുകൊണ്ട് ഏത് പാപാവസ്ഥയിൽ ഇരുന്നവനായാലും കർത്താവ്, ഈ പ്രഭാതത്തിൽ നീ അനുഗ്രഹിക്കണം. അവൻ്റെ യോഗ്യത നോക്കിയല്ല, നിൻ്റെ കൃപയും നീ അവന് വേണ്ടി ക്രൂശിക്കപ്പെട്ടതും നീ അവന് വേണ്ടി തിരുടാൻ മുറിവേറ്റതും നീ അവന് വേണ്ടി മുൾക്കിടാൻ ചൂടിയവരും നീ ഓർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പാപശാപങ്ങളെല്ലാം ഈ പ്രഭാതത്തിൽ മാറിപ്പോട്ടെ. നല്ല അനുതാപം നൽകി ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ കർത്താവ്. എല്ലാ മക്കളെയും അവരുടെ യാത്രകളെ ഞാൻ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ യാത്രകൾ സ്ഥാപനങ്ങളിൽ പോകുന്നവരുണ്ട്, തൊഴിൽശാലകളിൽ പോകുന്നവരുണ്ട്, സ്വന്തം വീട്ടിൽ തന്നെ തൊഴിലിടം കണ്ടെത്തിക്കൊണ്ട് അവിടെ ജോലി ചെയ്യുന്നവരുണ്ട് കർത്താവ്. ഇടയ്ക്കിടയ്ക്ക് വിറ്റുവരവ് നോക്കുമ്പോൾ മുഖം മ്ലാനമാകുന്നവർ ഞാൻ കാണുന്നുണ്ട് ഈശോയെ. കച്ചവടങ്ങൾ നഷ്ടപ്പെട്ടവരും ആൾക്കാർ കടം മേടിച്ചുകൊണ്ട് പോയവരും എല്ലാവരെയും കർത്താവ്, അങ്ങനെയുള്ള ഓരോ വിഷയങ്ങൾ വിഷമിക്കുന്നുണ്ട് ഈശോയെ. എങ്ങനെയൊക്കെ ജീവിക്കാൻ പറ്റും, എങ്ങനെ കുഞ്ഞുങ്ങളെ പോറ്റും, കുഞ്ഞുങ്ങളുടെ പരീക്ഷാ ഫീസ്, പഠനം, അടുത്ത കുഞ്ഞുങ്ങളെ എങ്ങനെ കല്യാണം കഴിപ്പിച്ച് കൊടുക്കും, ഇങ്ങനെ വ്യത്യസ്തമായ കാര്യങ്ങളിൽ വേദനിക്കുന്നവരുണ്ട് ഈശോയെ. കൃപാസനത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരാഴ്ച പട്ടിണി കിടന്ന മനുഷ്യൻ ഒരു ചേച്ചി സാക്ഷ്യം പറഞ്ഞു ഉടമ്പടി എടുത്തപ്പോൾ വല്ലാത്ത ഒരു ജീവിതം അവർക്ക് കൂടി ദൈവം കൊടുത്ത് എനിക്ക് കേട്ടപ്പോൾ ഞെട്ടിപ്പോയി. ഞാൻ ഓർത്തത് ഈ കാലങ്ങളെല്ലാം മനുഷ്യൻ്റെ പട്ടിണി പകുതി മുക്കാലും മാറിയെന്നാണ്. പക്ഷേ ഇപ്പോഴും ഇങ്ങനെയുള്ള എൻ്റെ മനസ്സ് പൊട്ടിഞ്ഞു പോയി കർത്താവേ.
അതുപോലെ ഓരോ മക്കളും ഉണ്ടാവും. പട്ടിണിയുള്ളവർ ഇന്നും ഉണ്ടാകും, രോഗമുള്ളവരുണ്ടാകും, മരുന്ന് മേടിക്കാൻ പണമില്ലാത്തവരും സാഹചര്യം പ്രാർത്ഥിക്കുന്നു. പല ഇല്ലായ്മകളുണ്ടമ്മേ. പരിശുദ്ധമേ, വീഞ്ഞില്ലെന്ന് അമ്മ ഈശോയോട് പറഞ്ഞ പോലെ ജോലിയില്ലാത്തവരോട്, ജോലിയില്ലാത്തവർ, ആരോഗ്യമില്ലാത്തവർ, എഴുന്നേറ്റ് നിൽക്കാൻ പറ്റാത്തവർ, മൊഹാലസ്യപ്പെട്ട് വീഴുന്നവർ, എപ്പിലെപ്സി രോഗികൾ, അപസ്മാര രോഗികൾ, ഓട്ടിസം രോഗികൾ, ആ കുഞ്ഞുങ്ങളെ ചുമന്ന് നടക്കുന്ന മാതാപിതാക്കന്മാർ, എന്തെല്ലാം സന്തോഷമുണ്ടായാലും വീടുമ്പത്തിൽ സന്തോഷമില്ലാതെ സന്താപം തളം കെട്ടി നിൽക്കുന്ന കുടുംബങ്ങളെ നീ ആശീർവദിക്കാൻ കർത്താവേ. ഇന്ന് അത് നിങ്ങളുടെ കഷ്ടം മാറിപ്പോകുമെന്ന് പറയുമ്പോഴും ആരും അത് വിശ്വസിക്കാത്ത വിധത്തിൽ അവരുടെ ജീവിതം ഭാവിയെ നോക്കുമ്പോൾ ഇരുണ്ടതായി കാണുന്നവരുണ്ട് ഈശോയെ. ഒരു രക്ഷപ്പെടാനുള്ള ഒരു മാർഗം കാണാത്തവരും ഉണ്ട് കർത്താവേ. അവരെല്ലാം നീ സന്ധിക്കണം ഈശോയെ. കർത്താവ്, നാട്ടിലും വിദേശത്തും ജോലി നഷ്ടപ്പെട്ടവരുണ്ട് ഈശോയെ. അവർ ജോലി അന്വേഷിച്ച് പോയിട്ട് അവർക്ക് മാർഗ്ഗമില്ലാതെ വിഷമിക്കുന്നവരുണ്ട് ഈശോയെ. ഇപ്പോൾ ചെയ്യുന്ന ജോലി കൊണ്ട് കർത്താവെ ഒരു നേരം മാത്രം ആഹാരം കഴിക്കാൻ പറ്റുന്നവർ മാത്രം കാണുന്നുണ്ട് ഈശോയെ. അവരെല്ലാം നീ സന്ധിക്കണം കർത്താവ്. വിവാഹം ഒത്തുവരാത്തവരെ സംബന്ധിച്ച് ഒത്തിരി പേരുണ്ട് ഈശോയെ. വിവാഹം ഒത്തുവരാത്ത ഒത്തിരി പേരുണ്ട്. ആണുങ്ങളും പെണ്ണുങ്ങളും ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ആണുങ്ങളുടെ എണ്ണം കൂടിക്കൂടി വരുന്നു കർത്താവ്. സമൂഹത്തിൽ ഉണ്ടായിട്ടുള്ള ഇതുപോലെയുള്ള വലിയ സാമൂഹ്യ ദുരന്തങ്ങളെ കർത്താവെ, അത് പരിഹരിക്കാനുള്ള പുതിയ മാർഗ്ഗങ്ങളെ നീ കാണിച്ച് തരണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തെ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവശക്തി നിങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ദൈവശക്തിയാൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ദൈവശക്തിയാൽ നിങ്ങളുടെ വാതായനങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ദൈവശക്തിയാൽ നിൻ്റെ കാൽപ്പാദങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ദൈവശക്തിയാൽ നിൻ്റെ കൈകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ദൈവശക്തിയാൽ നീ ചെയ്യുന്ന ജോലികൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ദൈവശക്തിയാൽ നിൻ്റെ തൊഴിൽശാല അനുഗ്രഹിക്കപ്പെടട്ടെ. ദൈവശക്തിയാൽ നീ ജോലിക്ക് പോകുന്ന ഇടങ്ങളിലുണ്ടാകുന്ന നീ അഭിമുഖീകരിക്കാൻ പോകുന്ന വലിയ പ്രശ്നങ്ങൾ, നിനക്ക് പ്രശ്നം ഉണ്ടാക്കി തരുന്നവർ, അവരുണ്ടാക്കി വെക്കുന്ന കൊതികാരി വെട്ടലും പലതരത്തിലുള്ള ചതിപ്രയോഗങ്ങളിൽ നിന്ന് കർത്താവിൻ്റെ നാമത്തിൽ നീ സംരക്ഷിക്കപ്പെടട്ടെ. പരിശുദ്ധ അമ്മ, പ്രത്യേകം വ്യഥകളിരിക്കുന്നവർക്ക് പരിശുദ്ധമ്മ ദേവമാതാവ് നിങ്ങൾ കൂടെ സഞ്ചരിക്കുകയും കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ മധ്യസ്ഥ പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് അമ്മയുടെ പ്രത്യേക സാന്നിധ്യവും സന്ധിപ്പും ലഭിക്കണമേ. എൻ്റെ കർത്താവിൻ്റെ ഉന്നത കൊച്ചുമക്കളില്ലാത്തവർ, കുഞ്ഞുമക്കളില്ലാത്തവരുണ്ട് വിഷമിക്കുന്നവർ കർത്താവെ. ഭർത്താവ് മരിച്ചുപോയവർ വിഷമിക്കുന്നവർ കർത്താവെ. അതുപോലെ തന്നെ ഭാര്യമാർ പിരിഞ്ഞ് താമസിക്കുന്നവർ വിഷമിക്കുന്നവർ, ഭാര്യ മരിച്ചുപോയവർ വിഷമിക്കുന്നവർ കർത്താവെ. ഇങ്ങനെ ഓരോ തരത്തിൽ വിഷമിക്കുന്നവരുണ്ട്. പഠിച്ചിട്ട് മനസ്സിലാകാത്തവർ, ക്ലാസ്സിൽ പിറകിലായി പരീക്ഷ പേപ്പർ കാണിക്കുമ്പോൾ ക്ലാസ്സിൽ ഏറ്റവും മോശമായി പോകുന്നതിൻ്റെ പേരിൽ ചത്താൽ മതി എന്ന് ഓർത്തുകൊണ്ട് വേദനിക്കുന്നവരുണ്ട്. ഒന്നിനും വിശ്വാസമില്ല, പ്രാർത്ഥന പാളിപ്പോയിരിക്കുന്നു, ഒന്നും ഗതി പിടിക്കാത്ത രീതിയിൽ എങ്ങനെ ജീവിക്കും, എങ്ങനെ എന്ത് ഭാവിയെ നോക്കുമ്പോൾ ഇരുട്ട് തോന്നുന്ന പോലെ മക്കളുണ്ട്. അതുകൊണ്ട് ഇപ്രശ്നം അടിച്ചപ്പോൾ കരുത കോമ്പറ്റീഷനിലും മത്സരങ്ങളിലും പരാജയപ്പെട്ട് വീട്ടിലെ സമ്മർദ്ദങ്ങൾക്കൊത്ത് സഞ്ചരിക്കാൻ പറ്റാത്ത രീതിയിൽ ഇടിഞ്ഞ് മുറിയടച്ചിട്ടിരിക്കുന്നവരുണ്ട്. ഈശോ ഇങ്ങനെ വ്യത്യസ്തങ്ങളായ മേഖലകളിൽ വേദനിച്ച് ജീവിക്കുന്ന എല്ലാവരും ഇന്നത്തെ പ്രാർത്ഥന കൊണ്ട് രക്ഷപ്പെട്ട് സാക്ഷ്യം പറയാൻ ഇടയാക്കാൻ പരിശുദ്ധമ ദേവമാതാവിനെ ഏൽപ്പിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ നിങ്ങളുടെ യാത്രകൾ, നിങ്ങളുടെ യാവനകൾ, നിങ്ങളുടെ ഉദ്യമങ്ങൾ, നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ, നിങ്ങൾ ചെയ്തു തീർക്കേണ്ട എല്ലാ വിഷയങ്ങൾ, സഞ്ചരിക്കേണ്ട വഴികൾ, നിങ്ങളുടെ ശ്വാസനിശ്വാസങ്ങൾ യേശുനാമത്തെ അനുഗ്രഹിക്കപ്പെടട്ടെ. ഓക്കെ എൻ്റെ മക്കളെ, നമ്മളിന്ന് ഡെയിലി ബ്രെഡിലേക്ക് പോവുകയാണ്. അതായത് ഇന്നത്തെ സുവിശേഷത്തിൻ്റെ വെളിപാട് പോകുന്നത് സഞ്ചരിക്കുന്ന വെളിപാട് സഞ്ചാരം ഇങ്ങനെയാണ്. അത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴേ പഴയ കാര്യം ഓർക്കണമെന്നാണ് ബൈബിൾ പറയണത്. നിങ്ങൾക്കിപ്പോൾ ദാരിദ്ര്യമുണ്ട്, അല്ലെങ്കിൽ തെറ്റിദ്ധാരണയുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരോട് സംസാരിക്കാൻ തോന്നണില്ല, അല്ലെങ്കിൽ പലരും നിങ്ങളെ കുറ്റപ്പെടുത്തുന്നു, അല്ലെങ്കിൽ നിങ്ങളെക്കൊണ്ട് ഗുണമില്ലെന്ന് പറയുന്നു, വീട്ടിൽ തന്നെ വരയില്ല, അപ്പോൾ നിങ്ങളിങ്ങനെ ആരോടും ഉണ്ടായിരിക്കുന്നു, എന്നാലും നിങ്ങളെ സ്മോൾ അടിച്ച് അതിനെ പ്രതിരോധിക്കാൻ നോക്കുന്നു. ഇങ്ങനെ കാണാത്ത കാലം കെട്ടിപ്പോയ ആൾക്കാരെ പഴയ കാര്യങ്ങൾ ഓർക്കണമെന്ന് ബൈബിൾ പറയണത്. എന്നുവെച്ചാൽ കഴിഞ്ഞ കാലങ്ങളിൽ ഇതുപോലൊരു സിറ്റുവേഷൻ ഉണ്ടായല്ലോ, പുതിയൊന്നും അല്ലല്ലോ ഇത്. അപ്പം നിങ്ങൾ എന്താണ് ചെയ്തത്, എങ്ങനെ അതിജീവിച്ചത്, ദൈവം നിങ്ങളെങ്ങനെ സഹായിച്ചതെന്നാണ് കർത്താവ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്കൊരു പ്രശ്നം വരുമ്പോൾ പഴയ കാലത്ത് ഇതുപോലെ സിറ്റുവേഷനിൽ ദൈവം എങ്ങനെ നമ്മളെ സഹായിച്ചു, ആ ദൈവത്തിന് മാറ്റമില്ല, നമുക്കാണ് മാറ്റം വന്നിരിക്കുന്നത്. നമുക്ക് വായിക്കേണ്ട സുവിശേഷം 16:9-10 മത്തായി ശ്ലീഹായുടെ സുവിശേഷം 16:9-10. നിങ്ങൾ ഗ്രഹിക്കുന്നില്ലയോ? അതെ കേട്ടോ, നിങ്ങൾ ഗ്രഹിക്കുന്നില്ലേ? 5000 പേരുടെ 5 അപ്പം നിങ്ങൾ ഓർമ്മിക്കുന്നില്ലേ? അപ്പം അപ്പമില്ലാത്തതിന് ഓർത്ത് ഇതിന് ഉത്കണ്ഠപ്പെടുന്ന ചോദിക്കണതേ. അപ്പമില്ലെന്ന് പറഞ്ഞ യുവന്മാർ വള്ളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കണേ. അക്കരക്ക് ഉന്ത്യത്തിൽ വിട്ടിരിക്കണേ നിങ്ങളെ. അപ്പോഴാണ് ഇവർ തർക്കം കേട്ടപ്പോഴാണ് കർത്താവ് ചോദിച്ചത്, നിങ്ങൾ എന്തിനാ തർക്കിക്കണത്, നിങ്ങൾക്ക് അറിയത്തില്ലേ എന്താണ് പഴയ കാര്യങ്ങൾ അറിയത്തില്ലേ എന്ന്. അത് വായിച്ചു വന്നു 9:10. നിങ്ങൾ ഗ്രഹിക്കുന്നില്ലയോ? മത്തായി ശ്ലീഹായുടെ സുവിശേഷം 9:10.
എന്താ നിങ്ങൾ ഗ്രഹിക്കുന്നില്ലേ? 5000 പേരുടെ 5 അപ്പം 5000 പേരുടെ 5 അപ്പം നിങ്ങൾ ഓർമ്മിക്കുന്നില്ലേ? നിങ്ങൾ ഓർമ്മിക്കുന്നില്ലേ? എത്ര കുട്ട അപ്പക്കഷ്ണങ്ങൾ നിങ്ങൾ ശേഖരിച്ചു? എത്ര കുട്ട അപ്പക്കഷ്ണങ്ങൾ നിങ്ങൾ ശേഖരിച്ചു? 4000 പേരുടെ 7 അപ്പവും 4000 പേരുടെ 7 അപ്പം നിങ്ങൾ ഓർമ്മിക്കുന്നില്ലേ? നിങ്ങൾ ഓർമ്മിപ്പിക്കുന്നില്ലേ? അന്ന് എത്ര കുട്ടകളാണ് നിങ്ങൾ നിറച്ചത്? എത്ര കുട്ടകളാണ് നിങ്ങൾ നിറച്ചത്? എന്ന് വെച്ച് കഴിഞ്ഞാലേ ഇപ്പോഴെന്തെങ്കിലും പ്രശ്നം ഉണ്ടാകും, പഴയത് ഓർക്കാൻ പറയാം, പഴയ അനുഗ്രഹങ്ങൾ ഓർക്കണമെന്ന്. ആ ദൈവം തന്നെ ഇന്നും ഉള്ളത്. ദൈവത്തിന് മാറ്റമൊന്നുമില്ല, നമ്മൾക്കാണ് മാറ്റം വന്നിരിക്കുന്നത്. അപ്പം മാറ്റമില്ലാതിരുന്ന ആ ദൈവത്തിന് മാറ്റമില്ലാതെ അനുഗ്രഹം തുടരുകയാണ്. ആ ദൈവം എന്നെ ഇന്നും അനുഗ്രഹിക്കുമെന്ന് വിചാരിച്ച് സന്തോഷിക്കണം. എന്തെങ്കിലും വിഷമം മനസ്സിലുണ്ടെങ്കിൽ അപ്പോൾ ഓർത്തേക്കണം, എനിക്ക് എത്ര കഷ്ടപ്പാടിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത്. അങ്ങനെ ഒരു വചനമുണ്ടേ, അതായത് നമ്മുടെ അടുത്ത് ഐസയ 63:9 എടുത്ത്, അവരുടെ കഷ്ടതകളിൽ ദൂതനെ അയച്ചില്ല, അവിടുന്ന് തന്നെയാണ് അവരെ രക്ഷിച്ചത്. തന്റെ കരുണയിലും സ്നേഹത്തിലും അവിടുന്ന് അവരെ വീണ്ടെടുത്തു. അതായത് കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം നേരിട്ട് നമ്മൾ അനുഗ്രഹിച്ച ഒത്തിരി സാഹചര്യങ്ങളുണ്ട്. ഉടമ്പടി എടുക്കുമ്പോൾ നമ്മൾ പറയുമേ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന്. മെറിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാഷ് ആൻഡ് കൈൻഡും മീഡിയേഷനും ഒക്കെയാണ്. പക്ഷേ ബട്ട് ബൈ ഗ്രേസ് എന്ന് വെച്ചാൽ നമുക്ക് യോഗ്യതയില്ല, പക്ഷെ ദൈവം നമ്മളെങ്ങനെ കരകയറി നമുക്കറിയത്തില്ല. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു മോള് സാക്ഷ്യം പറഞ്ഞു, അവൾക്ക് പ്രഗ്നൻസി, അവൾക്ക് ഡെലിവറിയാണ്. അപ്പോൾ അവൾ ഉടനെ PSC ഓഫീസിൽ പറഞ്ഞ്, എൻ്റെ ഡെലിവറിയാണ്, എനിക്ക് ഇൻ്റർവ്യൂ കിട്ടിയിരിക്കണത്, ഡെലിവറി ഡേറ്റിന് കിട്ടിയാൽ എനിക്ക് വന്ന് പങ്കെടുക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ PSC ഓഫീസിൽ നിന്ന് അവരെ വിളിച്ച് പറഞ്ഞ്, അതൊന്നും ഞങ്ങൾക്ക് തിരക്കേണ്ട കാര്യമില്ല, നിങ്ങളെന്താണ് വിളിക്കണത്, നിങ്ങളുടെ ഡെലിവറി നോക്കിയിട്ടാണ് ഞങ്ങൾ ഡേറ്റ് ഫിക്സ് ചെയ്യണമെന്ന രീതിയിൽ സംസാരിച്ചു. പക്ഷെ അവൾ അമ്മയോട് പറഞ്ഞു, അമ്മേ ഡെലിവറി സമയത്താണ് ഡേറ്റ് എങ്കിൽ എനിക്ക് കിട്ടാൻ ചാൻസ് ഉള്ള ജോലിയാണ്, 90ാം റാങ്കാണ് ഞാൻ. പക്ഷേ അമ്മ ഡെലിവറി ഡേറ്റിലാണ് എൻ്റെ ഇൻ്റർവ്യൂ ഡേറ്റ് വന്ന് ഞാനങ്ങനെ എഴുന്നേറ്റ് പോകുമെന്ന് ചോദിക്കും. അമ്മ എന്തെന്നറിയുമോ, പിറ്റേ ആഴ്ച വെച്ച് കൊടുത്ത ഇൻ്റർവ്യൂ, അവൾ ജോലിക്ക് കയറി, സൂപ്പർ സാക്ഷിയോടെ. അത് ഗ്രേസാണ്. അത് ദൂതനെ അയച്ചില്ലെന്ന്. ഇവർ ദൂതനെയാണല്ലോ വിളിച്ചത് PSC ഓഫീസിലേക്ക് എന്നെ സഹായിക്കാൻ. മീഡിയേറ്ററെ വെച്ചില്ല, ഞാൻ തന്നെയാണ് നിന്നെ സഹായിച്ചതെന്ന്. അപ്പോൾ ഇങ്ങനെ കുറേ സംഭവങ്ങൾ ജീവിതത്തിലുണ്ട്. അതായത് ദൈവം നേരിട്ട് വരണത്, അത് ഓർക്കണം നമ്മൾ. അതാ സങ്കീർത്തനം 143:5 വായിച്ചേ. കഴിഞ്ഞ കാലങ്ങൾ ഞാൻ ഓർക്കുന്നു. കഴിഞ്ഞ കാലങ്ങൾ ഞാൻ ഓർക്കുന്നു. അവിടുന്ന് ചെയ്ത, സങ്കീർത്തനം ഓർക്കണാണ്, അവിടുന്ന് ചെയ്ത എല്ലാ കാര്യങ്ങളെയും കുറിച്ച് ഞാൻ ധ്യാനിക്കുന്നു. അതായത് ധ്യാന വിഷയമാണത്. അല്ല ചുമ്മാ ഓർത്ത് കളയാനുള്ളതല്ല, ഇടയ്ക്കിടയ്ക്ക് ഓർത്ത് ധ്യാനിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തണം നമ്മൾ. അവിടുത്തെ ശക്തമായ പ്രവൃത്തികളെ കുറിച്ച് ഞാൻ ചിന്തിക്കുന്നു. അപ്പം ഇടയ്ക്കൊക്കെ കഴിഞ്ഞ കാലങ്ങൾ ഓർക്കണം. ഞാൻ ഇടയ്ക്കൊക്കെ അങ്ങനെ ഓർക്കാറുണ്ട്. കാര്യം ഞാൻ ജീവിതത്തിൻ്റെ എല്ലാ അറ്റങ്ങളിലൂടെയും എല്ലാ കാലാവസ്ഥകളിലൂടെയും കടന്നു വന്നതാണ്. ഇപ്പം നമുക്ക് സംസാരിക്കേണ്ട കാര്യം അതില്ലാത്തതുകൊണ്ട് സംസാരിക്കുന്നതാണ്, സമയമില്ലല്ലോ. പക്ഷേ എന്നാലും ഞാൻ സെമിനാരി പോണതിന് എൻ്റെ അപ്പം മരിച്ചു കഴിഞ്ഞിട്ട് എന്നെ കൊണ്ടുപോയാക്കാൻ പോലും എനിക്ക് ആരും എൻ്റെ കൂടെ വന്നില്ല. ഞാൻ ആ നിക്കർ വിട്ട് സർട്ടിഫിക്കറ്റ് പിടിച്ച് പോയതാണ് സെമിനാരി ചേർന്നത്. അപ്പോൾ അന്ന് ആരുണ്ടായിരുന്നു? ആരുമില്ലല്ലോ. ഞാൻ ആരുമില്ലേ, ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ കൂടെ വരാൻ ആ സമയത്ത് ആരുമില്ല. പിന്നെന്താ, ദൈവം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ കാലങ്ങൾ നീ ഓർക്കണമെന്ന് പറയണം. ദൈവം, എൻ്റെ മക്കളെ, നിങ്ങളെപ്പോഴും ദൈവത്തെ മറക്കരുത്. വേറെ ഒന്നും ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നില്ല. കഴിഞ്ഞ കാലത്ത് നിന്നെ സന്ധിച്ച ദൈവം തന്നെ ഇന്നും ജീവിച്ചിരിക്കുന്നു. നമ്മളതുകൊണ്ട് എല്ലാത്തിനെയും നമ്മൾ അതിജീവിക്കും. എന്താണ്, നമ്മുടെ ദൈവം മരണത്തെ അതിജീവിച്ചവനാണ്. എൻ്റെ പേര് ബിനു മാത്യു. ഞാൻ പത്തനംതിട്ട ജില്ലയിൽ കോന്നിയിൽ നിന്ന് വരുന്നു. ഞാൻ 2018 ആർമിയിൽ നിന്ന് റിട്ടയർഡ് ആയതാണ്. എൻ്റെ ഭാര്യ സിനി സൗദി MOH നിന്ന് റിസൈൻ കൊടുത്തു വന്നതാണ്. ഞങ്ങൾക്ക് 3 മക്കളാണ്, ഏഞ്ചൽ മരിയ, അഡോണ മരിയ, ആൻ മരിയ. ഞാൻ 2022 ഒക്ടോബർ മാസത്തിലാണ് ആദ്യമായിട്ട് കൃപാസനത്തെക്കുറിച്ച് അറിയാനിടയായത്. എല്ലാവരെയും പോലെ നാട്ടിൽ വന്ന് ഒരു ബിസിനസ് നടത്താമെന്നോർത്താണ് നമ്മളെല്ലാം റിസൈൻ ചെയ്ത് വന്നത്. അങ്ങനെ ഞാനൊരു ആർമി റിക്രൂട്ട്മെൻറ്റിൻ്റെ കോച്ചിങ് സെൻറ്ററും നേഴ്സിങ്ങിൻ്റെ ഒരു ഏജൻസിയുമായിട്ടൊരു ഓഫീസ് തുടങ്ങി. വളരെ കുഴപ്പമില്ലാത്ത കാര്യങ്ങളൊക്കെ ഓടുകയായിരുന്നു. ആ സമയത്ത് കൊറോണ വന്ന് ബിസിനസ് എല്ലാം ഡൗൺ ആയി. അപ്പം സ്വാഭാവികമായിട്ട് നമുക്കൊരു ബിസിനസ് ചേഞ്ച് ചെയ്യണമെന്ന് ഓർത്ത് ഞങ്ങളൊരു ബേക്കറി തുടങ്ങുന്നതിനെക്കുറിച്ച് ആലോചിച്ചു. അങ്ങനെ ഞങ്ങൾ ബേക്കറി തുടങ്ങി കുറച്ച് ദിവസം, ഒരു 6 മാസത്തോളമൊക്കെ ഓടിക്കഴിഞ്ഞപ്പോൾ അത് നോക്കി നടത്താൻ ആളില്ലാതായി. ആ കൂട്ടത്തിൽ തന്നെ എനിക്കൊരു അക്ഷയ കിട്ടി. അപ്പോൾ ആ 2 ഇടത്തൂടെ എനിക്ക് ഓടി വരാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പപ്പായെ ബേക്കറി ഏൽപ്പിച്ചു. ഒരു സ്റ്റാഫും ഉണ്ടായിരുന്നു.
അപ്പോൾ ആ കൂട്ടത്തിൽ തന്നെ വൈഫിന് OIT പഠിക്കണമെന്നൊരു ചിന്തയും വന്ന് അങ്ങനെ വീട്ടിലെ താളം മൊത്തത്തിൽ തെറ്റി. കാരണം 7 പേർക്ക് പൊതികെട്ടലും കാര്യങ്ങളും ഒക്കെ ആയി, കുഞ്ഞുങ്ങളെല്ലാം ചെറുതാണ്. വളരെ ബുദ്ധിമുട്ടിയിരുന്നപ്പോൾ ഞങ്ങളെന്നാ ഓർത്തെന്നാൽ ബേക്കറി വിറ്റേക്കാമെന്ന് ഓർത്തു. ബേക്കറി വിൽക്കാൻ ഞങ്ങൾ ഏകദേശം ഒരു 4-5 മാസം ഞങ്ങൾ പലരോടും പറഞ്ഞ്, ബ്രോക്കറോടും പറഞ്ഞ്, കൂട്ടുകാരോടും പറഞ്ഞ്, നാട്ടുകാരോടും എല്ലാം പറഞ്ഞു. ആൾക്കാരെല്ലാം വന്ന് കണ്ടു, ഇഷ്ടപ്പെടുന്നുണ്ട്. പക്ഷേ ആരും അങ്ങോട്ട് അടുക്കുന്നവർ ഇത് എടുക്കാൻ താല്പര്യത്തോട് വന്നാൽ ഉടനെ ആ കടയുടെ ഉടമസ്ഥർ അവർക്ക് താല്പര്യമുള്ളവർക്കേ അവർ കൊടുക്കത്തുള്ളൂ. അങ്ങനെ ഞങ്ങൾ ഒരു വലിയൊരു വിഷമഘട്ടത്തിലേക്കും ഒരു വലിയ നഷ്ടത്തിലേക്കും ബേക്കറിയുടെ ഇത് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് സിനിയുടെ ഒരു കൂട്ടുകാരി മുഖാന്തരം കൃപാസനത്തെക്കുറിച്ച് അറിയാനിടയായത്. അപ്പം അങ്ങനെ ഞങ്ങൾ 2022 ഒക്ടോബർ മാസത്തിൽ ഞങ്ങളൊരു ലൈറ്റ് എ ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ്, ഒരു ശനിയാഴ്ച ഞങ്ങളെല്ലാം പ്രാർത്ഥന ചൊല്ലി ഞങ്ങൾ ലൈറ്റ് എ ക്യാൻഡിൽ റിക്വസ്റ്റ് ഇട്ടു. അത്ഭുതം എന്ന് പറയട്ടെ, തിങ്കളാഴ്ച രാവിലെ ഞാൻ എന്നും ബേക്കറി തുറന്നിട്ടാണ് അക്ഷയയിലോട്ട് പോകുന്നത്. ബേക്കറി തുറന്നപ്പോൾ സ്ഥിരമായിട്ട് സാധനം വാങ്ങിക്കുന്ന ഒരു വ്യക്തി വന്നിട്ട് ഞാൻ ബേക്കറിയെക്കുറിച്ചൊക്കെ ഇങ്ങനെ കേട്ടു, കൊടുക്കാനാണെന്ന് ചോദിച്ചിട്ട് ഞാൻ ഓഫീസിലോട്ട് പോയി. 11 മണി ആയപ്പം പുള്ളിക്കാരൻ്റെ അച്ഛനെയും വിളിച്ചുകൊണ്ട് എൻ്റെ ഓഫീസിൽ വന്നിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് ബേക്കറി എടുക്കാൻ താല്പര്യമുണ്ട്. അങ്ങനെ ഞാൻ ശനിയാഴ്ച ലൈറ്റ് എ ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ഇട്ടു. തിങ്കളാഴ്ച പുള്ളിക്കാരൻ വന്ന് ഇത് ഇഷ്ടപ്പെട്ടു. ബുധനാഴ്ച എനിക്ക് ടോക്കൺ തന്നു. വെള്ളിയാഴ്ച ആയപ്പോഴത്തേക്കിന് ബേക്കറിയുടെ എല്ലാ ഡീലും തീർത്തു. അതായത് വിത്തിൻ 1 വീക്കിനകത്ത് 4-5 മാസം കൊണ്ട് ഒരു കുടുംബം മൊത്തം വിഷമിച്ച കാര്യം ഒറ്റ ഒരാഴ്ച കൊണ്ട് മാതാവ് അത് മാറ്റി തന്നു. ഞങ്ങൾക്ക് ഭയങ്കര ഒരു അത്ഭുതമായിട്ട് തോന്നി. അടുത്ത ഈ OIT വൈഫ് പഠിക്കുന്ന കാര്യത്തിൽ ഞാൻ ആദ്യം തന്നെ അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ ബുദ്ധിമുട്ട് സമയത്ത് വൈഫ് OITക്ക് ചേർന്നു. അപ്പം വീട്ടിലെ സ്ഥിതികളെല്ലാം ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട്. കുട്ടികൾക്ക് പനി, വീട്ടിൽ പനി, അച്ഛനും അമ്മയ്ക്കും പനി. രാവിലെ 9 മണിക്ക് ക്ലാസ്സിന് പോകേണ്ട വ്യക്തി 11 മണി ആയാലും ക്ലാസ്സിലെത്താൻ പറ്റത്തില്ല. 5 മണി വരെ ക്ലാസ് ഉണ്ടെങ്കിൽ 3:30 ആകുമ്പോൾ അവൾ അത് ഇട്ടിട്ട് വരേണ്ട ഒരു അവസ്ഥയാണ്. കാരണം അവൾ നല്ലപോലെ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ്, നല്ലപോലെ പഠിക്കുമായിരുന്നു. പക്ഷേ 6 വർഷത്തെ ഒരു ഗ്യാപ്പ് വന്നപ്പോൾ അറിയാമല്ലോ, OIT പഠിക്കുന്നവർക്കറിയാം, സ്ഥിരമായിട്ട് ക്ലാസ്സിൽ പോയിട്ട് തന്നെ നമുക്ക് പാസ്സാകാൻ വലിയ ബുദ്ധിമുട്ടാണ്. എങ്കിലും അവിടെ പ്രാർത്ഥന അവളെ ഭയങ്കര ഉയരത്തിലെത്തിക്കുകയാണ്. കൃപാസനത്തിൽ ഞങ്ങൾ 22-ന് അത് ഞാൻ പറയാൻ മറന്നുപോയി, 22 ഞങ്ങളുടെ ബേക്കറി വിറ്റതിന് ശേഷം നവംബർ 12-ന് വന്ന് ഞങ്ങൾ തീർത്ഥാടന ഉടമ്പടി എടുത്തു. അപ്പോൾ അതിനുശേഷമാണ് ഞങ്ങളുടെ ജീവിതത്തിൽ വളരെ മാറ്റങ്ങളുടെ ഒരു തുടക്കം. ഈ പുണ്യഭൂമി കാലി കുത്തി അന്ന് തൊട്ട് നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളെല്ലാം ഒരു തുടക്കമായിരുന്നു. അപ്പോൾ OITയുടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, OIT ഭയങ്കര പാടുള്ള കാര്യമാണ്. എങ്കിലും അവൾ പറഞ്ഞ് ഞാൻ ശ്രമിക്കാം എന്ന് പറഞ്ഞപ്പോൾ ഒരു 3 മാസത്തെ കോഴ്സ് എടുത്തിട്ട് ക്ലാസ്സിൽ ചെന്ന് അപ്പം ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് അച്ഛനെ കണ്ടില്ല. ഇവിടെ ഉടമ്പടി എടുത്തുകൊണ്ട് നമ്മൾ സ്വന്തമായിട്ട് പ്രാർത്ഥിച്ച് നമ്മളൊരു ഡേറ്റ് എടുത്തു. അപ്പം നമ്മുടെ ബന്ധുക്കാരും ഇൻസ്റ്റിറ്റ്യൂട്ടിലുള്ളവരും എല്ലാം പറഞ്ഞു ഇപ്പോഴേ എടുക്കണോ, കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് എടുത്താൽ പോരെ, കാരണം നമുക്കൊരു മെറിറ്റുമില്ല, എല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹം മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്നാലും തുടക്കമല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പോയി എടുത്തു. ഇൻസ്റ്റിറ്റ്യൂട്ടിലുള്ളവരാരും പാസ്സായില്ല. പക്ഷേ എൻ്റെ ഭാര്യയ്ക്ക് 3 മൊഡ്യൂളിന് പാസ്സായി, 1ത്തിന് മാത്രം C ആയി. അതുതന്നെ ഞങ്ങൾക്കൊരു വലിയ അനുഭവമായിരുന്നു. മറ്റുള്ളവർ മുമ്പ് ഞങ്ങൾക്കൊരു നിൽക്കത്തക്ക രീതിയിൽ ദൈവം മാതാവ് ഞങ്ങളെ ഉയർത്തി. പിന്നെ അടുത്തതിന് ഇവിടെ വന്ന് ഞങ്ങൾ അച്ഛനെ കണ്ട് അച്ഛൻ്റെ ബ്ലെസ്സിങ് വാങ്ങിച്ച് അച്ഛൻ കാശുരൂപം പ്രാർത്ഥിച്ചു കൊടുത്തു. അത് കഴുത്തിലിട്ടുകൊണ്ടാണ് എക്സാമിനെല്ലാം പോയത്. എന്തായാലും ആദ്യത്തെ എക്സാം ഭയങ്കര ടഫായിരുന്നു. അതിനേക്കാളും ടഫായിരുന്നു രണ്ടാമത്തെ എക്സാം. ഒരിക്കലും പാസ്സാവത്തില്ല എന്ന് വിചാരിച്ചത് ഞങ്ങളാണ്. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ ഭാര്യ 4 മൊഡ്യൂളും കിട്ടി. അത്ഭുതമായിട്ട് മാതാവ് അവളെ ജയിപ്പിച്ചു. അടുത്തതായിട്ട് എൻ്റെ കയ്യിൽ ഈ കസാരയെ കൈവച്ച് എൻ്റെ ഈ മുട്ടിൻ്റെ ഈ ഭാഗത്ത് വലിയൊരു എല്ല് തെള്ളി ഇങ്ങനെ വരുമായിരുന്നു. സത്യത്തിൽ ഞാൻ ശരിക്കും പേടിച്ചു പോകുമായിരുന്നു. ആ എല്ല് മുഴയല്ലായിരുന്നു, എല്ല് തെള്ളി വരുമായിരുന്നു. എങ്കിലും ഞാനിവിടെ ഉടമ്പടി എടുത്തുകൊണ്ട് എനിക്ക് പേടിയായിട്ടൊന്നും ഇല്ലായിരുന്നു. ഞാൻ എന്നും രാവിലെയും വൈകിട്ടും കുളിച്ചിട്ട് ഈ ഉടമ്പടി തൈലം എടുത്ത് പ്രാർത്ഥിച്ച് ചൊല്ലുമായിരുന്നു. ഞാൻ എല്ലാവരും മുന്നേ സാക്ഷ്യപ്പെടുത്തുകയാണ്, എൻ്റെ ഈ കയ്യിലെ ആ എല്ല് തെള്ളിയത് പൂർണ്ണമായിട്ട് മാറിയിരിക്കുകയാണ്. അടുത്തത് അതുപോലെ എല്ലാ മാസവും ഞങ്ങൾ കൃപാസനത്തിൽ വരുന്നതാണ് കുടുംബമായിട്ട്. അപ്പോൾ കഴിഞ്ഞ 8-ാം തീയതി വന്നപ്പോൾ എൻ്റെ രണ്ടാമത്തെ കുഞ്ഞിന് ഓൾറെഡി ഈ OIT പാസ്സായതിൻ്റെ ഒരു സെലിബ്രേഷൻ അവിടെ കട്ടപ്പനയിലുണ്ടായിരുന്നു. അപ്പോൾ അന്ന് തൊട്ടേ കുഞ്ഞിനൊരു പനിയും ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞങ്ങൾ കൂട്ടാക്കാതെ കൃപാസനത്തിൽ വരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളിങ്ങനെ വരുക. അപ്പോൾ ഞങ്ങൾ കോന്നിയിൽ നിന്ന് വരുന്നതുകൊണ്ട് ഞങ്ങൾ കോട്ടയത്ത് വന്ന് രാവിലെ ഇവിടെ എത്താൻ വേണ്ടി കോട്ടയത്ത് റൂം എടുത്തിട്ട് രാവിലെ ഇവിടെ എത്തി. പക്ഷേ ഇവിടെ വന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പം തൊട്ട് എൻ്റെ രണ്ടാമത്തെ കുഞ്ഞിന് ഭയങ്കര ശ്വാസം മുട്ടൽ. അത്ര ഞാൻ ഉടമ്പടി പുതുക്കാനായിട്ട് പോയിരിക്കുമായിരുന്നു, ഇവിടെ കിടത്തിയിരിക്കുകയായിരുന്നു. ഭയങ്കര ശ്വാസം മുട്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേടിക്കുന്ന രീതിയിലുള്ള ശ്വാസം മുട്ടലായിരുന്നു.
അങ്ങനെ 4-5 മണിയായപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് പോയി വെളിയിലിറങ്ങി. ഇവിടുന്ന് അങ്ങോട്ട് തിരുവല്ലായ്ക്ക് പോയ വഴിക്ക് അവിടെ ഒരു ക്ലിനിക്കിൽ കയറി ഞങ്ങൾ കാണിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇതുപോലെ ഓക്സിജൻ്റെ ലെവൽ 70 ഉള്ളൂ, കുഞ്ഞുങ്ങൾക്കൊക്കെ 100 വേണം. അപ്പോൾ 70 ഉള്ളെന്ന് പറഞ്ഞാൽ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജ് തന്നെയാണ്. അപ്പോൾ അവർ പറഞ്ഞു ഇവിടുന്ന് തന്നെ നേരിട്ട് നിങ്ങൾ ICUലോ എവിടെയെങ്കിലും പോയിട്ട് വീട്ടിൽ പോകാൻ ഉള്ളെന്ന് പറഞ്ഞു. ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കാണിക്കാൻ പറഞ്ഞു, ICU ഉള്ളത്. അപ്പോൾ ഞങ്ങൾ മാതാവിൻ്റെ പ്രാർത്ഥിച്ച് ഞാൻ തൈലമൊക്കെ എടുത്ത് തൊട്ട് നെഞ്ചത്തും എല്ലായിടത്തും തൊട്ടു. അപ്പോൾ ഇച്ചിരി ആശ്വാസം വന്നപ്പോൾ ഞങ്ങൾ എങ്ങും കാണിക്കാതെ വീട്ടിൽ പോയി. രാത്രി 10 മണി ആയപ്പോഴത്തേന് വീട്ടിലെത്തി ഒരു 12 മണി ആയപ്പോഴത്തേക്കിന് വീണ്ടും ശ്വാസമുട്ടൽ ഭയങ്കരമായി. അപ്പോൾ ഇനി പിന്നെ വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല, കാരണം ഈ ഓക്സിജൻ ലെവൽ കുറഞ്ഞു പോയി, എന്താ സംഭവിക്കുന്നതെന്ന് പറയാനൊക്കത്തില്ല. അപ്പോൾ ഉടനെ തന്നെ ഞങ്ങൾ രാത്രി 12 മണിക്ക് പത്തനംതിട്ട മുത്തൂർ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് കാണിച്ചപ്പോൾ അവർ പറഞ്ഞു അവിടെ NICU ബെഡില്ല, നിങ്ങൾക്ക് ഇവിടുന്ന് വേറെ എവിടെയെങ്കിലും പോയേ ഒക്കത്തുള്ളൂ. അപ്പോൾ അവർ തന്നെ അവിടുത്തെ PRO പുഷ്പഗിരി ഹോസ്പിറ്റൽ തിരുവല്ലായിലും ബിലിവേഴ്സ് ഹോസ്പിറ്റൽ തിരുവല്ലായിലും വിളിച്ച് തിരക്കി NICUവിൻ്റെ ബെഡ് ഉണ്ടോ എന്ന് ചോദിച്ചു. പക്ഷേ എങ്ങും അവൈലബിലിറ്റി ഇല്ലാത്തതുകൊണ്ട് ആ പാടെ ഞങ്ങൾ 12 മണിക്ക് എത്തിയതാണ്. 1 മണിയായി, 2 മണിയായി. അപ്പോൾ അവിടുന്ന് കാരിത്താസിൽ വിളിച്ച് നോക്കിയപ്പോൾ കോട്ടയം കാരിത്താസ് ഹോസ്പിറ്റലിൽ നിന്ന് മെസ്സേജ് വന്നു, അവിടെ ബെഡുണ്ട്, അവിടോട്ട് കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ആംബുലൻസെ കയറ്റി കാരിത്താസ് ഹോസ്പിറ്റലിൽ 4 മണിയായപ്പോൾ അവിടെ എത്തി. അപ്പോൾ ഞങ്ങൾ നേരത്തെ വിളിച്ച് പറഞ്ഞുകൊണ്ട് ഡോക്ടർമാരും നേഴ്സുമാരും എല്ലാം തയ്യാറായിട്ടിരിക്കുമായിരുന്നു. നേരെ NICUലോട്ട് കയറ്റി കുഞ്ഞിനെ. ഞായറാഴ്ച രാവിലെയാണ് കയറ്റിയത്. അന്നത്തെ ദിവസം ഡോക്ടർമാരൊന്നും ഇല്ലായിരുന്നു. എങ്കിലും ഞാൻ എൻ്റെ കാശ് രൂപ എടുത്ത് കുഞ്ഞിൻ്റെ കഴുത്തിൽ ഇട്ട് തൈലവും ഉപ്പും എല്ലാം കൊടുത്ത് ഞങ്ങൾ പ്രാർത്ഥിച്ചു. പിന്നെ ICU കിടന്ന മറ്റ് ബെഡിലുള്ളവർക്കെല്ലാം നമ്മൾ ഇവിടുന്ന് കൊണ്ടുപോയ കാശ് രൂപങ്ങൾ കൊടുത്തിട്ട് അവിടുത്തെ ഞങ്ങളിത് പറഞ്ഞപ്പോൾ അവർക്ക് തന്നെ ഭയങ്കര ഒരു അത്ഭുതമായി. അവർക്ക് കൃപാസനത്തെക്കുറിച്ച് വലിയ അറിവോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. ഞങ്ങൾക്കൊരു ക്ലാസ് എടുക്കാൻ മാതാവ് ഞങ്ങൾക്ക് അവിടെ ഒരു വലിയൊരു അനുഗ്രഹം അവിടെ തന്നു. അങ്ങനെ അവർക്കെല്ലാം പത്രമെല്ലാം കൊടുത്തപ്പോൾ ഇവിടെ കൃപാസനത്തിൽ ഭയങ്കര വിശ്വാസമായി. അടുത്ത ദിവസം ഡോക്ടർ വന്ന് നോക്കിയപ്പോഴത്തേക്കിന് കുഞ്ഞിൻ്റെ അസുഖം ഏകദേശം ഒരു 70% ഓക്കെ ആയി. അപ്പം പറഞ്ഞു ഇന്ന് വൈകിട്ട് തന്നെ കുഞ്ഞിനെ ICUന്ന് വാർഡിലേക്ക് മാറ്റാം എന്ന് പറഞ്ഞ് 2 ദിവസം വാർഡിലേക്ക് മാറ്റി. 4ാമത്തെ ദിവസം, അതായത് ഇത്രയും ക്രിട്ടിക്കൽ സ്റ്റേജിൽ പോയ ഞങ്ങളെ 4ാമത്തെ ദിവസം മാതാവ് അത്ഭുതമായിട്ട് അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്യിപ്പിച്ചു. അവിടുത്തെ ഡോക്ടറും നേഴ്സുമാരും പറഞ്ഞു ഇങ്ങനത്തെ ഒരു കേസ് വന്നു കഴിഞ്ഞാൽ ആസ്മറ്റിക് അറ്റാക്ക് എന്നാണ് അവർ പറഞ്ഞത്. കാരണം അത് ഇടയ്ക്കൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഒരു കേസ് വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് ഓക്സിജൻ ലെവലൊന്നും റെഡി ആകത്തില്ല. പക്ഷേ 4ാമത്തെ ദിവസം തന്നെ ഞങ്ങൾ അവിടുന്ന് ഡിസ്ചാർജ് ആയിപ്പോയി. ഇപ്പം കുഞ്ഞിന് ഒരു കുഴപ്പവുമില്ല. അത് എൻ്റെ ജീവിതത്തിൽ വലിയൊരു അനുഭവമാണ് മാതാവ് തന്നത്. പിന്നെ അതുപോലെ എൻ്റെ അക്ഷയയിൽ ഞാൻ വേറൊരാൾക്ക് വേണ്ടി ഈ സാക്ഷ്യം പറയുന്നത്, കാരണം കേൾക്കുന്ന സാക്ഷ്യങ്ങളും കാണുന്ന സാക്ഷ്യങ്ങളെല്ലാം നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ വെളിപ്പെടുത്തണം. എന്നെങ്കിലേ നമുക്ക് ഇതിനകത്ത് നമ്മൾ ഈ കഷ്ടപ്പെട്ട് കൃപാസനത്തിൽ നമ്മൾ വരുമ്പോൾ അതിൻ്റെ ഫലമുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം എൻ്റെ അക്ഷയയിൽ സ്ഥിരം വരുന്ന ഒരച്ഛനുണ്ട്. അവർ ഓൾറെഡി ഗുജറാത്തിൽ സെറ്റിൽഡാണ്. അപ്പോൾ അവർ ചേട്ടനും അനിയനും തമ്മിൽ വസ്തുവിൻ്റെ ഭയങ്കര തർക്കമാണ്. അപ്പോൾ എൻ്റെ ഇവിടെ വരുന്ന അച്ഛൻ്റെ വസ്തു റോഡിനടുത്ത് ഒരു 30 സെൻറ്റും അച്ഛൻ്റെ ചേട്ടൻ്റെ വസ്തു ഒരു 30 സെൻറ്റ് റോഡിന് നടുക്കായിട്ടും അതിന് മേളിലായിട്ട് ഈ അച്ഛൻ്റെ 30 സെൻറ്റ് സ്ഥലമുണ്ട്. അപ്പോൾ ഈ ചേട്ടൻ മനഃപൂർവ്വം ഈ അനിയന് വഴി കൊടുക്കാതെ ആ സ്ഥലം കൂടെ തട്ടാൻ വേണ്ടിയുള്ള പരിപാടിയായിരുന്നു. ഒരു വഴി പിന്നെ പഞ്ചായത്ത് മെമ്പറിനെയും പ്രസിഡൻറ്റിനെയും ഒക്കെ പറഞ്ഞുകൊണ്ട് ഒരു 5 അടി വഴി പുള്ളിക്കാരൻ ഒരു ഓട്ടോ പോലും കയറി പോകത്തില്ല. അവിടെ കയറിപ്പോയാൽ തന്നെ ഒരു തെങ്ങിൻ്റെ വലിയൊരു തടസ്സം ആ റോഡിൽ തന്നെ നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ എന്നോട് വന്ന് പറഞ്ഞു ബിനു ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ എന്നാ ചെയ്യണം. ഓൾറെഡി ഞാൻ ഈ അക്ഷയയിൽ വരുന്നവർക്കെല്ലാം പത്രം വിതരണം ചെയ്യും. അവിടെ വന്നിരുന്നിട്ട് ഞാൻ ടൈപ്പ് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ അവിടെ ഇരിക്കുന്നവരോട് കൃപാസനത്തെക്കുറിച്ചും മാതാവിൻ്റെ അനുഗ്രഹത്തെക്കുറിച്ചും എനിക്ക് പറയാൻ ഇഷ്ടം സമയമുണ്ട്. ഞാനത് ഫുള്ള് ഉപയോഗപ്പെടുത്തും. അപ്പോൾ അങ്ങനെ അച്ഛൻ എന്നോട് വന്ന് ചോദിച്ചു ബിനു എങ്ങനെ ഞാൻ ഉടമ്പടി എടുത്തു, ഇനിയിപ്പോൾ എന്നാ ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം പ്രമാണം എടുത്തുകൊണ്ട് ബഹുമാനപ്പെട്ട ജോസഫച്ചനെ പോയി ഒന്ന് കാണാം എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ കഴിഞ്ഞതിന് മുമ്പത്തെ ആഴ്ചയിൽ അച്ഛൻ ഇവിടെ വന്ന് അച്ഛനെ കണ്ടു. അച്ഛനെ കണ്ടതിന് ശേഷം അച്ഛൻ ഇവിടുന്ന് കാശുരൂപമൊക്കെ പ്രാർത്ഥിച്ച് കൊടുത്തു വിട്ടു. അത്ഭുതം എന്ന് പറയട്ടെ, കഴിഞ്ഞ ആഴ്ചയിലെ ആ മഴയത്ത് ആ തെങ്ങ് ഒടിഞ്ഞ് താഴെ വീണു. അത് 2-3 ദിവസം അത് മുറിച്ചു മാറ്റി. അപ്പം ചെറുതും വലുതുമായിട്ടുള്ള അനുഭവങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ഈ ഉടമ്പടി എടുക്കുന്ന ഒരാൾക്ക് മാത്രമല്ല തന്നെ അതിൻ്റെ പ്രൊട്ടക്ഷൻ കിട്ടുന്നത് ആ കുടുംബത്തിന് മൊത്തത്തിലുണ്ടെന്ന് എനിക്ക്, കാരണം ഞാൻ സാക്ഷിയാണ്, അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത്. കാരണം കഴിഞ്ഞ ദിവസം എൻ്റെ വീടിൻ്റെ മണ്ടയ്ക്കോട്ട് ഒരു പ്ലാവ് ചാഞ്ഞിരിക്കുകയാണ്. വലിയൊരു 60 ഇഞ്ചോളം വണ്ണമുള്ളൊരു പ്ലാവാണ്. അതിനകത്ത് നിറയെ ചക്കയുണ്ട്. ആ മഴയത്ത് ആ പ്ലാവ് ഒടിഞ്ഞ് എൻ്റെ വീടിൻ്റെ മണ്ടയ്ക്കോട്ട്, എൻ്റെ മതിലിൻ്റെ മണ്ടയ്ക്കോട്ടേ വീഴാൻ വഴിയുള്ളൂ, വേറെ എങ്ങോട്ടും വീഴത്തില്ല. കാരണം അത് കാണുന്നവർക്കെല്ലാം അറിയാം. ആ കഴിഞ്ഞ കാറ്റിൽ ആ സാധനം ഒടിഞ്ഞ് വീടിനോ മതിലിനോ എങ്ങും ഒരു പ്രോബ്ലം ഇല്ലാതെ അതിൻ്റെ നണ്ടിൻ്റെ കൂടി ഇടയ്ക്ക് അത് വീണ് പോയിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് നേരിൽ കാണുന്ന സാക്ഷ്യങ്ങളാണ്. അപ്പോൾ കഴിഞ്ഞ ശനിയാഴ്ച ഞങ്ങൾ ഇതുപോലെ മണർകാട്ട് പള്ളിയിൽ അതുവഴി പോയപ്പോൾ അവിടെ 1 വേ ആണ്.
വൺ വേ കൂടെ വന്നപ്പോൾ ഇതുപോലെ വണ്ടിയിൽ ഞാൻ കാർ ഓടിച്ചുകൊണ്ടിരിക്കുമ്പം സ്പീഡ് കുറവായിരുന്നു, വൺ വേ ആയതുകൊണ്ട് ഒരു ആൾ ബൈക്കേ വന്നിട്ട് തെറിച്ച് എൻ്റെ കാറിൻ്റെ ഫ്രണ്ടിലോട്ട് വീണു. ഞാനൊന്ന് കണ്ണ് തെറ്റിയായിരുന്നെങ്കിൽ ആ പുള്ളിക്കാരൻ്റെ ദേഹത്തോടെ കയറുമായിരുന്നു. കാരണം എങ്ങനെ ബ്രേക്ക് ഔട്ട് ചെയ്യുന്നത് എനിക്കറിയത്തില്ല. ഒരു പോറൽ പോലും ആ പുള്ളിക്കാരൻ ഏറ്റില്ല. ആ പുറകെ വന്നവരെല്ലാം പറഞ്ഞു, കാരണം ആൾ കൂടിയപ്പോൾ സ്വാഭാവികമായിട്ടും വന്ന് ഞാൻ ഇടിച്ചിട്ടാന്നേ ഓർക്കത്തുള്ളൂ. പക്ഷേ മാതാവിൻ്റെ അത്ഭുതം എന്ന് പറയട്ടെ, ആ വന്നവരെല്ലാം പറഞ്ഞു ചേട്ടൻ്റെ കുഴപ്പമൊന്നുമല്ല, ആ വന്ന ബൈക്കാരൻ്റെ കുഴപ്പമാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ പോയി. ഞാൻ ഇതൊക്കെ പറയുന്നത് കാരണം ഇവിടെ ഉടമ്പടി എടുക്കാൻ വരുന്നവരും ഉടമ്പടി എടുത്തിട്ടുള്ളവരും നമ്മൾ ഒരിക്കലും ഒരു ചെറിയ കാര്യം നമുക്കൊരു കണ്ടിട്ടേ നമ്മളിത് ചെയ്യത്തുള്ളൂ എന്നുള്ളൊരു വിശ്വാസത്തിൽ നിൽക്കേണ്ട കാര്യമില്ല. നമ്മൾ ധൈര്യമായിട്ട് മാതാവിനെ മുറുക്കി പിടിച്ചോ. നമ്മൾ ഈ പുണ്യഭൂമി ഞാൻ ആദ്യം തന്നെ പറഞ്ഞ പോലെ നമ്മളിവിടെ കാല് കുത്തിയിട്ടുണ്ടെങ്കിൽ മാതാവ് അത്ഭുതം നമ്മൾ ചിന്തിക്കുന്നതിന് മുമ്പേ കാര്യങ്ങളെല്ലാം തീർത്തുള്ളൂ. അത് നമുക്ക് ഇച്ചിരി കാലതാമസം വരും. അതായത് നമ്മളെ ഓരോ ആ ഒരു വിശ്വാസത്തിലേക്ക് നമ്മളെ അടുപ്പിക്കാൻ വേണ്ടി ഓരോ തട്ടായിട്ടേ മാതാവ് നമുക്ക് അനുഗ്രഹങ്ങൾ തരത്തുള്ളൂ. അത് നമ്മൾ മനസ്സിലാക്കണം. അല്ലാതെ ഇവിടെ നമ്മൾ 2 ദിവസം വന്ന് 3-ാമത്തെ ദിവസം അത്ഭുതം കണ്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പോവല്ല. കാരണം നമ്മൾ ആ പ്രാർത്ഥിക്കാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുക, സൽപ്രവർത്തികൾ കാര്യങ്ങളെല്ലാം ചെയ്യുക. ഞാനാണെങ്കിൽ ഞാൻ കൊടുത്തോണ്ടല്ല പറയുന്നത്, പക്ഷേ ഇതിവിടെ പറഞ്ഞെങ്കിലേ 10 പേര് കേട്ടിട്ട് അവർക്കത് ചെയ്യാനുള്ള മനസ്സ് വരത്തുള്ളൂ. ഞാൻ ഓരോ പാവപ്പെട്ട കുടുംബങ്ങളിലും 10 കിലോ അരി അതിൻ്റെ സാധനങ്ങൾ ഞാൻ കൊണ്ടു കൊടുക്കും, ബുദ്ധിമുട്ടുള്ള. അതുപോലെ വീട്ടിൽ മറ്റാരും സഹായിക്കാനില്ലാത്ത വീട്ടിൽ ഞാൻ കൊണ്ടുവന്നൊരു 500 രൂപയെങ്കിലും നമ്മുടെ പ്രാപ്തിക്കനുസരിച്ച് ഞാൻ കൊണ്ട് കൊടുക്കും. ഇതൊക്കെ ഞാൻ പറയുന്നത് വെച്ചാൽ നമ്മളിത് കേട്ടാൽ 100-ൽ ഒരാൾക്കെങ്കിലും ഒരു മാറ്റം വരട്ടെ എന്നുള്ളതാണ്. അങ്ങനെ ചെറുതും വലുതുമായിട്ട് എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും മാതാവിന് ഞാൻ നന്ദി അർപ്പിക്കുന്നു. അതുപോലെ ഞാൻ ഇത്രയും ദൂരം വന്നപ്പോൾ ഈ ജോസഫിനെ കുറിച്ച് ഒരു വാക്കെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ഞാൻ ഇവിടെ വന്നത് തെറ്റാണ്. കാരണം ഈ നമുക്ക് വേണ്ടി രാപകലില്ലാതെ കഷ്ടപ്പെടുന്ന ഈ ജോസഫ് അച്ഛൻ്റെ പ്രാർത്ഥന നമുക്കെല്ലാം കാവലും കോട്ടയമാണ്. അതുപോലെ ഇവിടെ ശുശ്രൂഷ ചെയ്യുന്ന അച്ഛനെയും സിസ്റ്റർമാരും എല്ലാവരെയും ഞാൻ ഒരു വിധത്തിൽ ദൈവനാമത്തിൽ ഓർക്കുന്നു. നന്ദി. ഉടമ്പടി ജീവിതത്തിലേക്ക് കടന്നു വന്നതിന് ശേഷം ഉണ്ടായ അനുഭവങ്ങളുടെ സാക്ഷ്യമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. നിങ്ങൾ സാക്ഷ്യം ശ്രദ്ധിച്ച് കേട്ടിട്ടുണ്ടെങ്കിൽ വ്യക്തമാണ്. ഇവിടെ വരാനുണ്ടായ സാഹചര്യത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. നമ്മളിവിടെ സാക്ഷ്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുമെങ്കിൽ മനസ്സിലാവുന്ന ഒരു കാര്യം, ഒന്നാമത്തേത് ഇവിടെ ഉടമ്പടി എടുക്കാമെന്ന് പറയുമ്പോൾ തന്നെ ഒരാത്മന ഉള്ളൊരു ഉടമ്പടി എന്നുള്ളൊരു പുതിയൊരു ടേം ഇപ്പോൾ പലരും പറയുന്നുണ്ട്. അതായത് മനസ്സുകൊണ്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാമെന്ന് ചിന്തിക്കുമ്പോൾ തന്നെ സാഹചര്യങ്ങൾ ക്രമീകരിക്കപ്പെടുന്ന അനുഭവം ഉണ്ടാകുന്നുണ്ട്. ഇവിടെ ലൈറ്റ് എ ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് അതുപോലെ ഒന്നാണ്. കുറച്ചും കൂടെ അറിയാവുന്നവർ പെട്ടെന്ന്, കുറച്ച് ടെക്നിക്കലി സൗണ്ടായിട്ടുള്ളവർ പെട്ടെന്ന് ആദ്യം ചെയ്യണം അതാ. അപ്പോൾ അങ്ങനെ ചെയ്തപ്പോൾ തന്നെ മാതാവ് കൂടെയുണ്ട് എന്നുള്ളൊരു അനുഭവം ഈ വ്യക്തിക്ക് ലഭിക്കുന്നു. പിന്നെ തുടരെ ഇവിടെ വരുന്നു, പിന്നെ ഓരോ കാര്യങ്ങളും. അപ്പോൾ സമയ ചുരുക്കത്തിൻ്റെ മേലുള്ള അമ്മയുടെ അധികാരത്തെ കാണിക്കുന്ന ഒരു വലിയൊരു ഉദാഹരണം, വലിയൊരു സാക്ഷ്യം അവിടെ നടക്കുന്നു. രണ്ടാമത്തേത് തൻ്റെ ജീവിത പങ്കാളിയുടെ പരീക്ഷയുടെ കാര്യത്തിലും പറയുന്നുണ്ട്. എല്ലാവരും ഡേറ്റ് എടുക്കരുതെന്ന് പറയുമ്പോൾ കൂടുതൽ പ്രാർത്ഥനയിൽ അതിജീവിച്ച് അല്ലെങ്കിൽ പ്രാർത്ഥനയിൽ മുന്നിൽ കണ്ടുകൊണ്ട് ഇവർ പ്രാർത്ഥിച്ച് ഒരു തീരുമാനമെടുക്കുന്നു. അവിടെയും മാതാവിൻ്റെ സാന്നിധ്യം കൂടെ ഉണ്ടാകുന്നു. അപ്പോൾ മെറിറ്റിലല്ല, ദൈവത്തിൻ്റെ കൃപയിലാണ് ഇത് വർക്കൗട്ട് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ സാക്ഷ്യത്തിന് ഉദാഹരണം. പിന്നെ ഈ മകൻ പറഞ്ഞ ഒരു വാക്ക് സംരക്ഷണമാണ്. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ നമ്മൾ ജീവിതം മുന്നോട്ട് ലഭിക്കുമ്പോൾ സംരക്ഷണം അത് കിട്ടുക മാത്രം, അത് മനസ്സിലാക്കാനും കൂടെ സാധിക്കുന്നുള്ളതാണ്. അതാണ് ഒരു വിശ്വാസിയുടെ അല്ലെങ്കിൽ പ്രാർത്ഥനയിൽ നിൽക്കുന്നവരുടെ ഒരു തുറവി. നിങ്ങളീ പറയുന്ന സാക്ഷ്യം, ഒരു റോഡിലെ സാഹചര്യം പറഞ്ഞപ്പോഴാണെങ്കിലും വീട്ടിലെ ഒരു മരം വീണ സംഭവം പറഞ്ഞപ്പോഴാണെങ്കിലും വിശ്വാസത്തിൽ നിൽക്കുന്നവർക്ക് ഇതെല്ലാം ദൈവാനുഭവങ്ങളായിട്ട് വായിച്ചെടുക്കാൻ സാധിക്കുന്നുള്ളതാണ് ഏറ്റവും വലുത്. അപ്പം കണ്ണു തുറന്ന് പ്രാർത്ഥനയിൽ നിൽക്കുന്നവർക്ക് ദൈവം അടയാളങ്ങളിലൂടെ സംസാരിക്കും. അവസാനം ചേർത്ത് വെച്ച് പറഞ്ഞപ്പോൾ പ്രാർത്ഥനാ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങളും പറയുന്നുണ്ട്. അമ്മയുടെ സംരക്ഷണത്തിൻ്റെ കാര്യം പറയുന്നുണ്ട്. ജീവിതത്തിൽ തങ്ങളുടെ പരിധിയിൽ നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റിയ സാക്ഷ്യത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ, കുഞ്ഞ് ആശുപത്രിയിൽ കിടക്കുമ്പോഴും ആ ചുറ്റുമുള്ളവരോട് ഇവിടെ ഇദ്ദേഹം പറഞ്ഞ വാക്കനുസരിച്ച് ക്ലാസ് എടുത്തു കൊടുത്തു. അതായത് ചുറ്റുമുള്ളവരോട് ഇവിടെ നടക്കുന്ന നന്മകളെക്കുറിച്ചും സാക്ഷ്യങ്ങളെക്കുറിച്ചും ഈ അൾത്താരയുടെ പ്രത്യേകതകളെക്കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കാനും ശ്രമിക്കുന്നുണ്ട്. ഇപ്പം ഈ ഹൃദയത്തിൻ്റെ നിറവിലാണല്ലോ ഈ അധരം സംസാരിക്കുന്നത്. അപ്പോൾ ദൈവാനുഭവം നിറഞ്ഞ ഈ കുടുംബത്തെ ഇനിയും മാതാവ് ഒരുപാട് അനുഗ്രഹങ്ങൾ കൊണ്ട് നിറയ്ക്കട്ടെ എന്നും ഒരുപാട് പേർക്ക് ദൈവാനുഭവങ്ങൾ നൽകുവാനായിട്ട് ഇവരുടെ ജീവിതം കാരണമാകട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. ഒപ്പം ഈ കുടുംബത്തിന് നൽകിയ, വ്യക്തിപരമായിട്ടും അല്ലെങ്കിൽ കുടുംബത്തിന് മൊത്തമായി നൽകിയ എല്ലാ അനുഗ്രഹത്തെ പ്രതി നമുക്ക് കരങ്ങളടിച്ച് സർവശക്തനായ ദൈവത്തിന് നന്ദി പറയാം.